ഹാലോങ് ബേയിലെ മനോഹരമായ ഒരു ബോട്ട് യാത്രയുടെ അവസാനം ഇപ്പോൾ നമ്മൾ ടിപ്പ് ടോപ്പ് ബീച്ചിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ലോകപ്രശസ്തമായ ഹാലോങ് ബേയുടെ മനോഹരമായ കാഴ്ചകളും കണ്ട് ക്രൂയിസ് ഷിപ്പിൽ സഞ്ചരിച്ച് യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ള ഹാലോങ് ബേ എന്ന മഹാത്ഭുതത്തിലൂടെ കടന്ന് ഇപ്പോൾ അതിൻ്റെ കരയിലുള്ള ടിപ്പ് ടോപ്പ് ബീച്ചിൽ സഹയാത്രികർക്കൊപ്പം ഞാനും എത്തിച്ചേർന്നിരിക്കുകയാണ്. എങ്ങും മനോഹരമായ കാഴ്ചകൾ മാത്രം നമുക്ക് സമ്മാനിക്കുന്ന ഹാലോങ് ബേയുടെ മനോഹര തീരമാണ് ഈ ടിപ്പ് ടോപ്പ് ബീച്ച് എന്ന് പറയുന്നത്. നാം മറ്റ് സഹയാത്രികരോടൊപ്പം സഞ്ചരിക്കുന്ന ഈ ക്രൂയിസ് ഷിപ്പ് പതിയെ ഈ ടിപ്പ് ടോപ്പ് ബീച്ചിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ധാരാളം യാത്രികരെ കൊണ്ട് ടിപ്പ് ടോപ്പ് ബീച്ച് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ തീരത്തേക്ക് ഇറങ്ങിയ സഹയാത്രികർക്കൊപ്പം വളരെ അത്ഭുതകരമായ കാഴ്ചയാണ് അവിടെയെങ്ങും നമുക്ക് കാണാൻ സാധിക്കുക. എങ്ങും നിറഞ്ഞൊഴുകുന്ന സഞ്ചാരികൾക്കായി വിഭവങ്ങൾ കൊണ്ട് നിറച്ചു വച്ചിരിക്കുന്ന ഷോപ്പുകളും കടകളും മറ്റ് സൗകര്യങ്ങളും. എവിടെ നോക്കിയാലും നിറഞ്ഞൊഴുകുന്ന സഞ്ചാരികൾ നിറഞ്ഞ മനസ്സോടെ ഈ മഹാബീച്ചിൻ്റെ സൗന്ദര്യം ആവോളം ആസ്വദിക്കുകയാണ്. ഈ തീരത്തുകൂടി നടന്നും ഇരുന്നും ഇവിടുത്തെ ഭക്ഷണ പദാർത്ഥങ്ങളും പാനീയങ്ങളും ഒക്കെ ആസ്വദിച്ചും അങ്ങനെ മനോഹരമായ തീരത്തേക്ക് എത്തിച്ചേർന്ന ഞങ്ങൾ ഇവിടെയുള്ള മനോഹരമായ കാഴ്ചകൾ ഓരോന്നോരോന്നായി ആസ്വദിക്കാൻ തുടങ്ങി. എങ്ങും വളരെ മനോഹരമായി നിലത്ത് കല്ലുപാകി മനോഹരമായി ഡിസൈൻ ചെയ്ത് പൂക്കൾ കൊണ്ട് നിറച്ചിരിക്കുന്ന ചെറിയ ഉദ്യാനങ്ങളും പാർക്കുകളും ഒക്കെയാണ് നമ്മുടെ കൺമുൻപിലേക്ക് എത്തുന്നത്. വിരിഞ്ഞു നിൽക്കുന്ന റോസാപ്പൂക്കളും ചെറു വൃക്ഷങ്ങളും ആ വൃക്ഷങ്ങൾക്ക് നടുവിലൂടെ മനോഹരമായി നട്ടുപിടിപ്പിച്ചിരിക്കുന്ന ചെറു പനകളും ഒപ്പം യാത്രികർക്ക് അനായാസം നടന്നു നീങ്ങാൻ പാകത്തിൽ കല്ല് വിരിച്ച് പാകപ്പെടുത്തിയ നല്ല നടപ്പാതകൾക്ക് ഇരുവശവും മനോഹരമായി വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന വൃക്ഷലതാദികളും. അങ്ങനെ ഒരു ബീച്ചിനെ എങ്ങനെയൊക്കെ മനോഹരമാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ മനോഹരമായി സംരക്ഷിച്ച് പോരുന്ന ഒരു ബീച്ച് കൂടിയാണ് ഈ ടിപ്പ് ടോപ്പ് ബീച്ച് എന്ന് പറയുന്നത്. പല ദേശത്തു നിന്നും പല ഭാഷയിൽ നിന്നും പല രൂപത്തിലും ഭാവത്തിലും വേഷങ്ങൾ അണിഞ്ഞ ധാരാളം യാത്രികരാണ് ഓരോ ദിവസവും ഇവിടെ സന്ദർശിക്കാനായി എത്തിച്ചേരുന്നത്. ഓരോ ഷോപ്പിൻ്റെ മുന്നിലും ഇട്ടിരിക്കുന്ന കസേരയിലും ഒക്കെ ഇരുന്ന് ആൾക്കാർ സിഗരറ്റ് വലിക്കുകയും ബിയർ നുണയുകയും അതുപോലെ തന്നെ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ ആസ്വദിച്ച് കഴിച്ചുകൊണ്ട് ഈ അത്ഭുത ലോകത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. യാത്രികർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് ഭക്ഷണ പദാർത്ഥങ്ങളായാലും പാനീയങ്ങളായാലും മദ്യമായാലും വസ്ത്രങ്ങളായാലും അതുപോലെ തന്നെ മറ്റ് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള വസ്തുക്കളായാലും എല്ലാം യഥേഷ്ടം ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിന് ആവശ്യമായ എല്ലാ ബേസിക് ഇൻഫ്രാസ്ട്രക്ചറും ഇവിടുത്തെ ഭരണകൂടം ഇവിടെ നിർമ്മിച്ച് നൽകിയിരിക്കുന്നു. ബീച്ചിലിരുന്നു കൊണ്ട് ഈ ഹാലോങ് തടാകത്തിലൂടെ ഒഴുകി നടക്കുന്ന ക്രൂയിസ് ഷിപ്പുകളും ആഡംബര കപ്പലുകളും അതിലെ യാത്രികരെയും അവരുടെ ജീവിതത്തെയും അവർ സ്വപ്നം കാണുന്ന സ്വപ്നലോകത്തെയും അവർ നുകരുന്ന സന്തോഷത്തെയും
ഒക്കെ ചിന്തിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുക എന്നത് ഒരു വലിയ കാര്യമാണ്. കാരണം ഇവിടെ നങ്കൂരമിട്ടിരിക്കുന്ന ഒട്ടുമിക്ക ക്രൂയിസ് ഷിപ്പുകളിലും നിറയെ യാത്രികരുണ്ട്. ഈ ഹാലോങ് ബേയിലൂടെ സഞ്ചരിക്കുവാനും ഒരു രാത്രി ഈ ക്രൂയിസ് ഷിപ്പിൽ ഈ ഹാലോങ് ബേയുടെ മാസ്മരിക സൗന്ദര്യത്തിൽ മനം മയങ്ങി ഒരു രാത്രി ചിലവഴിക്കാനും ആഗ്രഹിച്ച് ഇവിടെ എത്തുന്ന ധാരാളം യാത്രികർ. ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായി കാണുന്ന യാത്രികരാണ് ഇവിടെ എത്തുന്ന ഒട്ടുമിക്കരും. കാരണം ഹാലോങ് ബേ എന്ന ഈ മഹാത്ഭുതം അത്ര മനോഹരമായ ദൃശ്യങ്ങളാണ്, അത്ര മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ എത്തുന്ന ഓരോ യാത്രികനും നൽകുന്നത്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത മനോഹരമായ കാഴ്ചകൾ. വലിയ വലിയ ആഡംബര കപ്പലുകളും ഇവിടെ നങ്കൂരമിട്ട് കിടക്കുന്നുണ്ട്. കാരണം ലോകത്തിലെ ധനികരും തങ്ങളുടെ അവധിക്കാലവും തങ്ങളുടെ കുടുംബത്തോടൊപ്പവും സുഹൃത്തുക്കളോടൊപ്പവും വാരാന്ത്യങ്ങളും ചെലവഴിക്കാൻ ഈ ഹാലോങ് ബേയിലെ സുന്ദര ലോകത്തേക്കാണ് അവർ എത്തിച്ചേരുക. സ്വന്തമായി ആഡംബര ക്രൂയിസ് ഉള്ളവരും ആഡംബര ക്രൂയിസിൽ റൂം ബുക്ക് ചെയ്ത് ഇവിടെ വരുന്നവരും ഒക്കെയുണ്ട് ഇവിടെ എത്തുന്ന യാത്രികരിൽ. ഈ തീരങ്ങളിൽ ഒരു രാത്രി ചിലവഴിക്കുന്ന അതേ താരിഫിന് ഈ ആഡംബര കപ്പലുകളിൽ നമുക്ക് ഒരു രാത്രിയുടെ വാസത്തിനായി റൂം ബുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരറിവ് അത്ഭുതം ജനിപ്പിക്കുന്നതാണ്. പക്ഷേ ഈ ആഡംബര കപ്പലുകളിൽ നാം ചെക്ക് ഇൻ ചെയ്യുമ്പോൾ നമ്മുടെ ലഗേജുമായിട്ട് വേണം നാം ചെക്ക് ഇൻ ചെയ്യാനും ചെക്കൗട്ട് ചെയ്യാനും. അത് ഒരു പരിധിവരെ ഇവിടെ എത്തുന്ന യാത്രികർക്ക് അല്പം അസൗകര്യം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഈ ആഡംബര കപ്പലുകളിലെ ഒരു രാത്രി ചിലവഴിക്കുക എന്നത് സ്വർഗതുല്യമായ ഒരു അനുഭവമാണ്. അത് അനുഭവിച്ച് തന്നെ അറിയേണ്ടതും ആണ്. ഇങ്ങനെ ഈ മനോഹരമായ കാഴ്ചകൾ കണ്ട് ഈ ടിപ്പ് ടോപ്പ് ബീച്ചിലൂടെ മറ്റ് യാത്രികർക്കൊപ്പം ഇവിടെ എത്തിച്ചേർന്ന് വിവിധ ജലവിനോദങ്ങളിൽ പങ്കെടുക്കുന്ന മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഒക്കെയുള്ള യാത്രികരെയും കണ്ട് അവർ ഈ ബീച്ച് ആസ്വദിക്കുന്ന രീതിയും കണ്ട് ഈ ബീച്ചിൻ്റെ മനോഹരമായ ചാരുകസേരകളിൽ ചാരിക്കിടന്ന് ഈ ബീച്ചിൻ്റെ സൗന്ദര്യം ആവോളം ആസ്വദിക്കുന്ന യാത്രികരെയും കണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഈ ബീച്ചിലുള്ള മറ്റനേകം വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ് നമ്മുടെ മുൻപിലേക്ക് അനാവരണം ചെയ്യപ്പെടുക. ഇവിടെ ഉള്ള ഓരോ മരങ്ങളെയും എത്ര കാര്യമായിട്ടാണ് അവർ സംരക്ഷിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കണ്ടാലേ മനസ്സിലാവൂ. പുരോഗതിയുടെ പേരിൽ മരങ്ങൾ വെട്ടി കോൺക്രീറ്റ് സൗധങ്ങൾ പണിയുന്ന നാം ഇവിടെ ഉള്ള ഓരോ മരങ്ങളെയും അത്ര പരിപാവനമായി കാണുകയും അവയെ പറ്റുന്ന എല്ലാ വിധത്തിലും സൗന്ദര്യവൽക്കരിച്ച് സംരക്ഷിച്ചു വരുന്ന ഇവരുടെ താല്പര്യത്തെയും കാണുമ്പോൾ ഈ മരങ്ങൾ നമുക്ക് നൽകുന്ന ജീവവായുവിനെക്കുറിച്ചും ഈ പ്രകൃതിയുടെ നിലനിൽപ്പിന് അവ സംഭാവന ചെയ്യുന്ന ഓക്സിജനെക്കുറിച്ചും ഒക്കെയാണ് നാം ചിന്തിക്കേണ്ടത്. അങ്ങനെ ടിപ്പ് ടോപ്പ് ബീച്ചിലെ മനോഹരമായ കാഴ്ചകളും കണ്ട് ഇവിടെ ഒരുക്കിയിരിക്കുന്ന മറ്റ് കാഴ്ചകളിലേക്ക് നാം നടന്നു നീങ്ങുമ്പോൾ ഇവിടെയുള്ള ഒരു അപ്പർ ഡെക്കിൽ കയറി നിന്ന് ഈ മനോഹര കാഴ്ചയെ നാം ഒരിക്കൽ കൂടി കാണുകയാണ്. ധാരാളം ആൾക്കാർ ഇവിടെ എത്തുകയും ഇവിടെ നിന്നും
വിവിധ ഭംഗിയിൽ ഈ മനോഹര ദൃശ്യങ്ങളുടെ ഫോട്ടോയും വീഡിയോയും ധാരാളം എടുക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റ് യാത്രികർക്കൊപ്പം ഈ യാത്രാ സംഘത്തിലെ ഒട്ടുമിക്ക എല്ലാ സഹയാത്രികരും ഇവിടെ എത്തുകയും തങ്ങളുടെ ധാരാളം ഫോട്ടോകൾ ഒക്കെ ഇവിടെ നിന്ന് എടുക്കുകയും ചെയ്തതിന് ശേഷം ഈ ബീച്ചിനോട് വിട പറഞ്ഞ് തിരികെ നാം പുറപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ തിരികെ നാം നമ്മുടെ ക്രൂയിസ് ഷിപ്പിൽ പുറപ്പെടുമ്പോൾ ഈ ബീച്ചിലെങ്ങും ഒപ്പം ഈ ഹാലോങ് തടാകത്തിലെങ്ങും തലയുയർത്തി നിൽക്കുന്ന മണിമാളികകളും സൗധങ്ങളും ഒപ്പം മനോഹരമായ നിർമ്മിതികളുമൊക്കെയാണ് നമ്മുടെ കൺമുമ്പിലേക്ക് എത്തിപ്പെടുക. രണ്ട് ദ്വീപുകളെ ബന്ധിപ്പിക്കുന്ന മനോഹരമായ പാലവും ആ പാലത്തിന് ചുറ്റുമായി തലയുയർത്തി നിൽക്കുന്ന ധാരാളം ഹോട്ടലുകളും ഒക്കെയാണ് നമ്മുടെ മുമ്പിലേക്ക് അനാവരണം ചെയ്യപ്പെടുക. ഇങ്ങനെ ഈ ഹാലോങ് ബേയിലൂടെ ഉള്ള സന്തോഷകരമായ ഒരു യാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഹാലോങ് ബേയിലേക്ക് നമുക്ക് എത്തിപ്പെടാനുള്ള ഭാഗ്യം ലഭിച്ചതിൽ ഒത്തിരിയേറെ സന്തോഷിക്കാനുള്ള വകയുണ്ട്. കാരണം ഈ ഹാലോങ് ബേ എന്ന് പറയുന്നത് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രവും കൂടിയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ധാരാളം ആൾക്കാർ ഈ വിനോദസഞ്ചാര കേന്ദ്രം കാണാൻ ഓരോ ദിവസവും ഇവിടെ എത്തുന്നുണ്ട്. വിയറ്റ്നാം എന്ന രാജ്യത്ത് എത്തുന്ന ഏതൊരു യാത്രികനെ സംബന്ധിച്ചിടത്തോളം ഈ ഹാലോങ് ബേ കാണുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റിനറി കൂടിയാണ്. കാരണം അത്രയേറെ വിസ്മയങ്ങളും അത്രയേറെ മനോഹരമായ കാഴ്ചകളുമാണ് ഈ ഹാലോങ് ബേ ഇവിടെ എത്തുന്ന ഓരോ യാത്രികനും വേണ്ടി കരുതി വച്ചിരിക്കുന്നതും സമർപ്പിക്കുന്നതും. അങ്ങനെ ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഈ ഹാലോങ് ബേയോടും ഈ ടിപ്പ് ടോപ്പ് ബീച്ചിനോടും നാം വിട പറഞ്ഞ് നാം മടങ്ങുകയാണ് നമ്മുടെ മറ്റ് കാഴ്ചകളിലേക്ക്.